അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. ഇത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ ആണ്. നൈറ്റ് ഞാൻ ഇങ്ങനെയല്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടിരിക്കുകയാണ്. അതാ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരുന്നതാണ്. നിറയെ പിമ്പിൾസ് വന്നിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അതിന് പിമ്പിൾസിൻ്റെ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് നിറയെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ പോർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു സ്കിൻ കെയർ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്. ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഈ അഹാഗ്ലോൻ്റെ ഫേസ് വാഷാണ്. ഇത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമാണല്ലോ. ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാവേ. അഹാഗ്ലോ എസ് എന്ന് പറയുന്ന ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പിമ്പിൾസിനായാലും എല്ലാത്തിനായാലും നല്ലതാണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സാലിക് ആസിഡ് വിത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഫോമിങ് ഫേസ് വാഷ് ആണ് കേട്ടോ ഈ ഒരു സംഭവം. ഇനിയിപ്പോൾ റേറ്റ് ആണെങ്കിൽ 600 ml 600 കേട്ടോ 60 ml 572 ആണ് MRP കാണുന്നത് കേട്ടോ. ഇതിലും കുറഞ്ഞ ആമസോണിലൊക്കെ ഇത് കിട്ടും കേട്ടോ. കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും. പക്ഷേ ഇത് വേർത്താണ് കേട്ടോ. നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടില്ല ഫേസ് വാഷാണ് കേട്ടോ. ഈ അഹാഗ്ലോൻ്റെ തന്നെ വേറൊരു ഫേസ് വാഷ് ഉണ്ട്, വെറും അഹാഗ്ലോ എന്ന് പറയുന്നത്. അതല്ല കേട്ടോ, ഇത് അഹാഗ്ലോ എസ് ആണ്. ഇത് തന്നെ നോക്കി വാങ്ങണം കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ് വേണമെങ്കിൽ ഇതേ സെയിം സംഭവമാണ് ഗ്ലോബസിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ പിമ്പിൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഗ്ലൈക്കോളിക് ആസിഡും 1% സാലിസിലിക് ആസിഡും ചേർന്ന ഫേസ് വാഷാണ് കേട്ടോ. ഇത് 100 ml 175 റുപ്പീസേ ഉള്ളൂ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. 175 റുപ്പീസിന് 100 ml കൂടെ ആണ് കേട്ടോ. അപ്പോൾ അത് 200 ml 175 റുപ്പീസിന് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നെങ്കിൽ ഈ ഒരു ഫേസ് വാഷും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പം ഇതുകൊണ്ട് മുഖം കഴുകി ഞാൻ രാവിലെ വന്നിരിക്കുകയാണ്. പിന്നെ ആദ്യം തന്നെ പറയാം, എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇത് മോർണിംഗ് ഉള്ളതാണ്. അടുത്തതായിട്ട് ഞാനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മൊത്തം ഒരു ആക്നെ പ്രോൺ സ്കിന്നിനോ അല്ലെങ്കിൽ ഒരു ഓയിൽ സ്കിന്നിനോ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ പറ്റിയ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെറം കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു ബാരിയർ ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടോണർ എന്ന് പറയുന്നത്. ഞാനൊരു 3 ടൈപ്പ് ടോണേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മാറിയും തിരിഞ്ഞൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും ഈ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോണ ടൈമിൽ നമ്മൾ മേക്കപ്പ് ചെയ്യും എന്നുള്ളപ്പോഴാണെങ്കിൽ ഞാനൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ടോണർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ പ്ലമ്മിൻ്റെ ഫ്രാഗ്രൻസ് ഫ്രീ റോസ് വാട്ടർ ടോണറാണ് കേട്ടോ. ഇതാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇടുന്ന ടൈമിൽ സ്കിൻ കെയർ അതിന് മുന്നേ ചെയ്യുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 100 ml 225 റുപ്പീസാണ് MRP കിടക്കുന്നത് കേട്ടോ. ഇതിലും കുറഞ്ഞ് കിട്ടും. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ടോണർ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ സ്കിന്നിൽ ഇടയ്ക്ക് വരുന്ന പിമ്പിൾസ് പോകാനും മാത്രമല്ല സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് കേട്ടോ. ഇതാണ് പിക്സിയുടെ ഗ്ലോ ടോണിക് ആണ് കേട്ടോ. ഞാൻ ഇവിടെ കൊടുക്കാവേ സൈഡിൽ. ഇത് ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ് കേട്ടോ. 5% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോകാൻ ബെസ്റ്റാണ്. ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇത് 100 ml അങ്ങാണ്ട് 1500 രൂപയാണ് ഈ ഒരു ടോണറിൻ്റെ റേറ്റ്. ഇത്തിരി കൂടുതലാണ് ഇത്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ്. എല്ലാ ദിവസവും നമ്മളിത് യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്യാറ് പാടുള്ളൂ. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് നൈക്കേന്നാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ടോണർ, അതായത് പിക്സിയുടെ ടോണർ വാങ്ങുകയാണെങ്കിൽ നൈക്കേന്ന് വാങ്ങുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ആമസോണിലൊക്കെ ഇതിൻ്റെ ഒറിജിനൽ അല്ല. എനിക്ക് ഒരു വട്ടം ഇതിൻ്റെ ഡ്യൂപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. 700 റുപ്പീസിനൊക്കെ ഓഫർ കണ്ട് ഞാൻ വാങ്ങി. എനിക്കൊരു ഡ്യൂപ്പ് കിട്ടിയായിരുന്നു. വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇത് നൈക്കേന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡെർമാഫിക് എന്നാണെന്ന് ഓടുന്നു കേട്ടോ പറയുന്നത് ഈ ഒരു ടോണർ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് സ്കിൻ കെയർ മാത്രം ചെയ്യുന്ന ദിവസത്തിൽ ഈ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് പോർസ് മിനിമൈസ് ചെയ്യാനും pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്മൂത്ത് ആൻഡ് റേഡിയൻ സ്കിന്നിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന് 449 റുപ്പീസാണ് റേറ്റ് വരുന്നത്. 100 ml തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റിയതാണ് കേട്ടോ. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് നോർമൽ ഒരു ടോണർ മതി എന്നുള്ളപ്പോൾ ഞാൻ ഈ ഒരു റോസ് വാട്ടറാണ് പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിത് യൂസ് ചെയ്യട്ടെ. ഇത് നമ്മൾ സ്പ്രേ ടൈപ്പ് ആകുമ്പോൾ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം കേട്ടോ. മുഖത്ത് നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ നിറയെ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ പോസും പിമ്പിൾ മാർക്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന 2 സെറം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒന്ന് ഡോക്ടർ റാഷീഡ്സിൻ്റെ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് ആൻറ്റി ഏജിങ് ടോണറാണ് കേട്ടോ. ഇത് ഹൈഡ്രോളിക് ആസിഡ് ഉണ്ട് ഇതിൽ, വൈറ്റമിൻ സി ടോണറാണ്. ഇത് നമ്മൾ വെയിലത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഇത് വെയിലത്ത് ഇട്ടുകൊണ്ട് പോകുന്ന ടൈമിൽ വൈറ്റമിൻ സി ഒരിക്കലും വെയിലത്ത് പോകുമ്പോൾ യൂസ് ചെയ്യരുത്, ഓക്സിഡൈസ് ആയി പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടോണറാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഡോക്ടർ റാഷീഡ്സ് വൈറ്റമിൻ സി സെറത്തിൻ്റെ റേറ്റ് വരുന്നത് 399 റുപ്പീസാണ് കേട്ടോ ഇതിൽ കാണുന്നത്. ഇനി അതല്ലെങ്കിൽ ഞാനിപ്പോൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ ഒരു നിയാസിനമൈഡ് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മുടെ ഓപ്പൺ പോർസ് മാറാനായിട്ട് ഭയങ്കര നല്ലത്. എനിക്ക് ഓപ്പൺ പോർസ് ഉണ്ടല്ലോ, ഇതുണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഡേ ടൈമിലോ നൈറ്റ് ടൈമിലോ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, മാറിയും തിരിഞ്ഞ്. പിന്നെ ഇത് ഇച്ചിരി റേറ്റ് കൂടുതൽ കേട്ടോ. സെബോണിയയുടെ സെറമാണ്. ഇതിന് 599 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു സെറം ഇതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ നിങ്ങൾക്കധികം. പിന്നെ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു കിടിലം സെറമാണ്. അതിപ്പോൾ വെളിയിൽ പോയാലും യൂസ് ചെയ്യാൻ പാടില്ല, അകത്ത് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സെറ നോക്കുന്നെങ്കിൽ പോൺസിൻ്റെ ഗ്ലൂട്ടോ നിയാസിനമൈഡ് സെറം കിടിലമാണ് കേട്ടോ. റേറ്റ് ഭയങ്കര കുറവാണ്. റേറ്റ് 249 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ആമസോണിലൊക്കെ ഇതിലും കുറഞ്ഞ് കിട്ടും. നമ്മുടെ നോർമൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പോൺസിൻ്റെ ആണ്. അത് പൊളിയാണ് കേട്ടോ, നമ്മുടെ പോർട്സും കാര്യങ്ങളൊക്കെ മാറാനാണ്. ഞാനിപ്പം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിവ്യൂ തരാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യുകയാണ്. ഇത്രത്തോളം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോണർ ഉണങ്ങിയല്ലോ, ഉണങ്ങിയ സമയത്ത് നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നതാണ് സെറം. അപ്പം ഞാനിവിടെ റിവ്യൂ തരാൻ പോകുന്ന സെറം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാൻ റിവ്യൂ പർപ്പസ് ആണ്. അപ്പോൾ ഞാൻ അത് പിന്നെ ചെയ്യാം. പക്ഷേ അതെൻ്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങളാരും എനിക്കത് PR വന്നതാണ് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ നിന്ന് വെള്ളി വീഴുക. ഡോക്ടർ റാഷീഡ്സിൻ്റെ വൈറ്റമിൻ സി സെറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ സെറം. ഡാബ് ചെയ്താണ് കൊടുക്കേണ്ടത്. നമ്മളല്ലാതെ നമ്മളെപ്പോഴും സെറം ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു 30+ ഒക്കെ ഏജ് കഴിഞ്ഞവരാണെങ്കിൽ ഒരു അണ്ടർ ഐ ക്രീം നിങ്ങളെ മസ്റ്റായിട്ടും നിങ്ങൾ കണ്ണിൽ യൂസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല, കുറച്ച് കാലം കൂടെ കഴിയട്ടെ എന്ന് എഴുതി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു അണ്ടർ ഐ ക്രീം നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴുത്തിലും കൂടെ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട്, കഴുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി ആൻഡ് ഇ വരുന്ന സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 495 റുപ്പീസാണ് കേട്ടോ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറിന് വരുന്നത്, വൈറ്റമിൻ സി മോയ്സ്ചറൈസർ. ഇനി അതിന് പകരമായിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നെങ്കിൽ ഈ ഒരു പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ കാണിക്കാവേ, ഹൈഡ്രോളിക് ആസിഡ് ജെല്ലുണ്ട് കേട്ടോ. അതും വളരെ നല്ലതാണ്. 270 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര ലൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അതും യൂസ് ചെയ്യാം. ഞാനിത് പിമ്പിൾ ഉണ്ടായിരുന്ന ടൈമിൽ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. ഇമോളിൻ ക്രീമാണ് കേട്ടോ. ഇത് നമ്മുടെ ഫാർമസിയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. റേറ്റ് വരുന്നത് 349 ആണ് എഴുതിയിരിക്കുന്നത് ഇത്. പക്ഷേ ഇത് കുറേ ഉണ്ട് കേട്ടോ. കുറേ കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര എം എൽ ആന്ന് ഇതിലില്ല കേട്ടോ. ഇത് നമുക്ക് കുറേ കാലത്തേക്ക് വരും കേട്ടോ ഈ ഒരു ഇമോളിൻ ക്രീം. ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാവോ. പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ ഇമോളിൻ ക്രീമിൻ്റെ. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ആണ്. ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്.
എൻ്റെ പൊന്നെ, ഇത് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, നമ്മൾ ഈ ഓറഞ്ചൊക്കെ പൊളിച്ച് കഴിക്കാൻ നേരത്തുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത് ആ ഒരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര നല്ലതാണ് കേട്ടോ. ഞാൻ ഇതാണ് മോയ്സ്ചറൈസറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം കൊള്ളാം, നല്ല മണമാണ്. എനിക്കിൻ്റെ മണം തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തൊരു മണമെന്നറിയാമോ? അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് സൺസ്ക്രീൻ. ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, പുറത്ത് പോകുകയാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പല ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഒരു പ്രത്യേകതരം സൺസ്ക്രീനാണ് കേട്ടോ. അതായത് അത് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തെടുത്ത സൺസ്ക്രീനാണ് കേട്ടോ. കാരണം എനിക്കിപ്പം ബാക്കിയുള്ള സൺസ്ക്രീനൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്നതിലും ഏറ്റവും ഇഷ്ടം ഞാൻ തന്നെ ചെയ്തെടുത്ത സൺസ്ക്രീൻ യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് എന്നുള്ളത് കാണട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഒരിക്കൽ ഞാൻ ചെയ്യാം കേട്ടോ. സൺസ്ക്രീൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. വെറും ഒരു 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മുടെ ബോഡിക്കായാലും നമ്മുടെ മുഖത്തിനായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ കിട്ടും കേട്ടോ. അതും SPF 50ക്ക് മേളിലുള്ളതായിരിക്കും കേട്ടോ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്ത സൺസ്ക്രീൻ ഇടാവേ. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടു, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതൊരു SPF 50ക്ക് മേളിൽ വരും കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഒന്നും വലുതായിട്ട് കാണത്തില്ല കേട്ടോ ഇതിന്. വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായോണ്ടേ. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ ലിപ് ബാമാണ് ഞാൻ അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലിപ് ബാമാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ഞാൻ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മുടി അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഞാൻ ലിപ് ബാമിൽ നിർത്തൂല കേട്ടോ, ഞാൻ കണ്ണിൽ കരിയും കൂടെ എഴുതാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കരിയാണ് നമ്മുടെ ഹിമാലയൻ്റെ കാജലിൽ. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. നല്ലതാണ് കേട്ടോ. കണ്ണിൽ നമ്മൾ കരി എഴുതുകയാണെങ്കിൽ നമ്മുടെ കൺപീലിയൊക്കെ വളരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനത് ഹിമാലയൻ്റെ കാജലാണ് എഴുതുന്നത്. അപ്പം നമ്മുടെ കാജലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാം, ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഹാഗ്ലോ എസിൻ്റെ ഫേസ് വാഷാണ്, പ്ലമ്മിൻ്റെ റോസ് വാട്ടറാണ്, പിന്നെ ഡോക്ടർ റാഷീഡ്സിൻ്റെ വൈറ്റമിൻ സി സെറമാണ്, മോയ്സ്ചറൈസറായിട്ട് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഞാൻ തന്നെ ഉണ്ടാക്കിയ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ് ബാമും ഞാൻ തന്നെ ഉണ്ടാക്കിയ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ മൊത്തത്തിൽ ഇന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കരി എടുത്തിട്ടുണ്ട്, അത് ഹിമാലയൻ്റെ കാച്ചിലാണ് കേട്ടോ. ഹിമാലയൻ കാച്ചിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് സ്മഡ്ജ് ആവുന്നുണ്ട്, പക്ഷേ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒക്കെ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ അനുസരിച്ചുള്ള സ്കിൻ കെയറും പ്രോഡക്ട്സും ഒക്കെ യൂസ് ചെയ്യുക. എനിക്കിത് റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞാൽ നിങ്ങൾക്കിത് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ. നമ്മുടെ സ്കിൻ കെയർ തുടങ്ങാം കേട്ടോ. ഇത് മോർണിംഗിലുള്ള സ്കിൻ കെയർ ആണ്, നൈറ്റ് ഞാൻ ഇങ്ങനെ അല്ല ചെയ്യുന്നത്. നൈറ്റുള്ള ഞാൻ പിന്നെ ഒരിക്കൽ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, എൻ്റെ ഒരു ഈ സൗണ്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, കാരണം അത് എൻ്റെ വീട്ടിലെ തത്തമ്മയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ഇങ്ങനെ ഞാൻ ഈ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഈ കിടന്ന് അലർന്നതാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഴോ
വാഴ മിണ്ടല്ലേ. നിർത്തിയാ? ഞാൻ വീഡിയോ എടുക്കാം, മിണ്ടല്ലേ. One eternity later. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ആണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ കരയുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ. അത് എൻ്റെ വീട്ടിലെ തത്തമ്മയാണ്. എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഡിസ്റ്റർബൻസ് അത് ആവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കിൻ ഒരു ആക്നെ പ്രോൺ സ്കിൻ ആണ്. പക്ഷേ എനിക്കിപ്പോൾ പിമ്പിൾസിൻ്റെ അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഉള്ളത് നിറയെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഇത് ഈ ഒരു ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാറാനായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന്